ഈ കോൺഗ്രസിന്റെ ആലോചനകളിൽ പ്രധാനപ്പെട്ടതായി മാറുകയാണല്ലോ. കോൺഗ്രസ് ഇപ്പോൾ ഈ പൊതു സ്വതന്ത്രരെയും കൂടി സ്ഥാനാർത്ഥികളാക്കാനുള്ള നീക്കം. ഒരുപക്ഷെ ഈ വിജയസാധ്യത ഉറപ്പുള്ള ഏറ്റവും സാധ്യതയുള്ള മണ്ഡലങ്ങളിലായിരിക്കില്ലല്ലോ ഈ പരീക്ഷണം വരിക. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ഇതുവരെ പിടിച്ചെടുക്കാൻ കഴിയാത്ത ഇടതുപക്ഷത്തിൻ്റെ ശക്തി കേന്ദ്രങ്ങളിൽ UDF-നൊപ്പം നിൽക്കാൻ കഴിയുന്ന സ്വതന്ത്രരെ, അതിന് സാംസ്കാരിക മുഖമുണ്ടാവാം. നമുക്കറിയാം ഒരുപറ്റം സാംസ്കാരിക പ്രവർത്തകർ ഇപ്പോൾ UDF അനുകൂല നിലപാട് അല്ലെങ്കിൽ കോൺഗ്രസിന് അനുകൂല നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഒരു സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയം പറയുന്ന പലരും രാഹുൽ ഗാന്ധിയോടോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ദേശീയ നിലപാടിനോടോ ഒപ്പം ചേർന്ന് പോകുന്നവരാണ്. അപ്പോൾ അങ്ങനെയുള്ള ചിലരെയാണോ കോൺഗ്രസ് മുന്നിൽ കാണുന്നത്? അത്തരം ചർച്ചകൾ എന്തെങ്കിലും ആരംഭിച്ചിട്ടുണ്ടോ? ഇത് സാധ്യമാകുമോ കോൺഗ്രസിന്? അവിടെയാകും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് കാറ്റഗറികളായി തിരിച്ചുകൊണ്ടായിരിക്കും ABC എന്ന തരത്തിലുള്ള വിജയമുറപ്പുള്ള മണ്ഡലങ്ങൾ, കടുത്ത പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങൾ, ജയസാധ്യതയുള്ള മണ്ഡലങ്ങൾ, ഇങ്ങനെ 3 കാറ്റഗറികളായി തിരിച്ചുകൊണ്ടായിരിക്കും പ്രധാനമായി ഈ സ്ഥാനാർത്ഥി നിർണ്ണയം നടക്കുക. അതിൽ ഈ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന സ്ഥലങ്ങളിലോ അതല്ല ജയസാധ്യത കുറഞ്ഞ സ്ഥലങ്ങളിലോ, അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തുടർച്ചയായി UDF-നൊരു മുന്നേറ്റം കൈപ്പത്തി ചിഹ്നത്തിൽ കോൺഗ്രസിന് വിജയിക്കാൻ കഴിയാതിരുന്ന സ്ഥലങ്ങളിലൊക്കെ പുതിയൊരു പരീക്ഷണത്തിനുള്ള ഒരു തയ്യാറെടുപ്പാണ്. അത്തരത്തിലുള്ളൊരു കൂടിയാലോചനകൾ ഒരു ദിശയിൽ നടക്കുന്നുണ്ട്. അവിടെ കൈപ്പത്തി ചിഹ്നത്തിൽ നേരിട്ടൊരു പാർട്ടി നേതാവിനെ മത്സരിപ്പിക്കുന്നതിന് അപ്പുറത്തേക്ക് കൃത്യമായി ആ മണ്ഡലത്തിൽ സ്വാധീനമുണ്ടാക്കാൻ കഴിയുന്ന, വ്യക്തിപരമായി അവിടെ ഒരു നേട്ടമുണ്ടാക്കാൻ കഴിയുന്നുവെന്ന പൊതുവിലയിരുത്തലുള്ള പൊതുമുഖങ്ങളെ അല്ലെങ്കിൽ കൃത്യമായി സ്വതന്ത്ര മുഖങ്ങളെ അത്തരം മണ്ഡലങ്ങളിൽ അവതരിപ്പിക്കാനുള്ളൊരു സാധ്യതയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. അതായത് ഇടതുപക്ഷം നേരത്തെ പരീക്ഷിച്ചുകൊണ്ടിരുന്ന ഒരു രാഷ്ട്രീയ തന്ത്രം അത് കൃത്യമായി UDF-ന് ഇത്തവണ ഗുണം ചെയ്യുമോ എന്ന് അറിയാനുള്ള ഒരു നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് അത്തരം കൂടിയാലോചനകൾ നടക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെയുണ്ടെങ്കിൽ UDF-നൊപ്പം ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ദേശീയ തലത്തിലുള്ള ആശയങ്ങൾക്ക് ഒപ്പം ചേർന്ന് നിൽക്കുന്ന പ്രമുഖരെ അത്തരത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി ജയസാധ്യത കുറഞ്ഞ സ്ഥലങ്ങളിൽ അവതരിപ്പിക്കുകയും അവിടെ കടുത്ത പോരാട്ടം കാഴ്ചവെക്കുകയും ചെയ്യുക എന്നൊരു രാഷ്ട്രീയ തന്ത്രമായിരിക്കാം UDF-ന്റെ ഭാഗത്തുനിന്ന്, കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് ഉണ്ടാകുക. ഒരു കാര്യം കൂടി, ഈ ബത്തേരിയിൽ വയനാട്ടിൽ നടക്കുന്ന കോൺഗ്രസിൻ്റെ ക്യാമ്പ് വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. കാരണം തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളുടെ ആസൂത്രണം, കഴിഞ്ഞ തവണ ചേർന്ന ഈ ക്യാമ്പ് തങ്ങൾക്ക് വേറെ ഗുണം ചെയ്തു എന്ന ഒരു വിലയിരുത്തൽ കോൺഗ്രസിന് പൊതുവിലുണ്ട്. അതാണല്ലോ ഈ ക്യാമ്പിലും വീണ്ടും ചർച്ചയ്ക്ക് വരിക. എന്താണ് ഇവർ നിശ്ചയിച്ചിരിക്കുന്ന ഒരു ടൈം ഫ്രെയിം എങ്ങനെയാണ്? കാരണം ഫെബ്രുവരി 25-ന് ശേഷം എപ്പോൾ വേണമെങ്കിലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാക്കാം. അതായത് അടുത്ത മാസത്തിൻ്റെ അവസാന പകുതിയിൽ ഉറപ്പാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. അപ്പോൾ ആ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് ഏതൊക്കെ പ്രവർത്തനങ്ങൾ വേഗത്തിൽ തീർക്കാനാണ് കോൺഗ്രസും UDF-ഉം ആലോചിക്കുക? ആദ്യം സീറ്റ് വിഭജനമുണ്ട്, അതിനുശേഷം ഈ കോൺഗ്രസിൻ്റെ അടക്കമുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനം. അപ്പോൾ കല്ലുകടികൾ തുടക്കത്തിലെ ഒഴിവാക്കുക, അതാണോ ഈ ഒരു നീക്കത്തിൻ്റെ ഇതിൻ്റെ ഒരു തന്ത്രം? അതാണോ? ഒരുപക്ഷെ തിരുവനന്തപുരം നഗരസഭയിലേക്ക് നടന്ന സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ ഒരു ഫോർമാറ്റ് ഞാനൊരു എക്സാമ്പിളായി പറയുകയാണ്. ഏറ്റവും കൂടുതൽ തർക്കങ്ങൾ നിലനിന്നിരുന്ന ഒരു സ്ഥലമാണ് തിരുവനന്തപുരം. അവിടെ കോൺഗ്രസിൻ്റെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം നഗരസഭയിൽ ആദ്യഘട്ടത്തിൽ ലഭിച്ച മേൽക്കൈ എന്ന് പറയുന്നത് ആദ്യമായി 50 സ്ഥാനാർത്ഥികളെ ഏറ്റവും തർക്കങ്ങൾ നിലനിന്നിരുന്ന സ്ഥലങ്ങളിലടക്കം പ്രഖ്യാപിക്കാൻ കഴിഞ്ഞു എന്നുള്ളതായിരിക്കും. ആ ഫോർമാറ്റ് ഒരു പരിധിവരെ ഇവിടെ വിജയം കണ്ടിട്ടുണ്ട് എന്നാണ് നേതാക്കളുടെയൊക്കെ വിലയിരുത്തൽ. കാര്യം കഴിഞ്ഞ തവണത്തിൻ്റെ ഇരട്ടിയിലധികം സീറ്റുകൾ നേടാൻ കഴിഞ്ഞ അധികാരത്തിലേക്കൊന്നും എത്താൻ കഴിഞ്ഞില്ല എങ്കിൽ കൂടി അങ്ങനെ പ്രചാരണത്തിലൊരു മേൽക്കോയ്മ കൊണ്ടുവന്നു. അങ്ങനെ ഒരു നീക്കം എന്നത് അത് ഒരു കൃത്യമായ തന്ത്രമായി നിയമസഭാ തെരഞ്ഞെടുപ്പിലും പരീക്ഷിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ തർക്കങ്ങൾ നിലനിൽക്കുന്ന സീറ്റുകളുണ്ട്, പ്രത്യേകിച്ച് ഘടകകക്ഷികളുമായിട്ടടക്കം തർക്കങ്ങൾ നിലനിൽക്കുന്ന സീറ്റുകൾ വെച്ചുമാറുന്നതുമായി ബന്ധപ്പെട്ട പല ചർച്ചകളും ഒരു വശത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ആ തർക്കങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് ഏതൊക്കെ സീറ്റുകളിൽ ആരൊക്കെ മത്സരിക്കും എന്ന കാര്യത്തിൽ ആദ്യം ഒരു ധാരണ ഉണ്ടാക്കിയതിന് ശേഷമായിരിക്കും സ്ഥാനാർത്ഥി നിർണ്ണയം അന്തിമമാകുക. അതുമായി ബന്ധപ്പെട്ട കൂടിയാലോചനകളൊക്കെ പരസ്പരം എല്ലാ ഘടകകക്ഷികളുമായി നടക്കുന്നുണ്ട്. UDF-ന്റെ ചെയർമാൻ കൂടിയായ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഒരു വശത്തത് ഏകോപിപ്പിക്കുന്നു. കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും മറ്റ് KPCC വർക്കിംഗ് പ്രസിഡന്റുമാർ അടങ്ങുന്ന മറ്റൊരു സംഘം മറുവശത്ത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട അത്തരത്തിലുള്ള സംഘടനാ തലത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ആദ്യഘട്ടത്തിൽ ഈ തർക്കങ്ങൾ നിലനിൽക്കുന്ന സ്ഥലങ്ങളിലെ തർക്കങ്ങൾ രമ്യമായി തന്നെ എത്രയും പെട്ടെന്ന് പരിഹരിച്ചുകൊണ്ട് ഏത്
ഏത് സീറ്റുകളിൽ ആരൊക്കെ മത്സരിക്കും, ഏതൊക്കെ കക്ഷികൾ മത്സരിക്കും എന്ന കാര്യത്തിൽ കൃത്യമായൊരു ധാരണ ഉണ്ടാക്കുന്നതിനുള്ള ചർച്ചകളാണ് ആദ്യഘട്ടത്തിൽ നടക്കുകയെന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷം മാത്രമേ അന്തിമമായ സ്ഥാനാർത്ഥി നിർണ്ണയ ചർച്ചകളിലേക്ക് ഇടയ്ക്കുള്ളൂ. പക്ഷേ ഓരോ മണ്ഡലങ്ങളിലേക്കും സ്വീകാര്യരായ 4-5 ആളുകളുടെ പേര് കൃത്യമായി തന്നെ പല വഴികളിൽ നടത്തുന്ന പഠനങ്ങളിലൂടെ കണ്ടെത്തുന്നുണ്ട്. അതിൽ ഈ സർവേ നടത്തുന്ന ഏജൻസികൾ മുമ്പോട്ട് വച്ചിരിക്കുന്ന പേരുകൾക്ക് പുറമെ പാർട്ടിയുടെ ഫോറങ്ങളിൽ ആഭ്യന്തരമായി നടക്കുന്ന ചർച്ചകളും അവിടെ പ്രധാനപ്പെട്ടതായി മാറും. അതിൽ ഏറ്റവും കൂടുതൽ സ്വീകാര്യതയുള്ള യുവജനങ്ങൾക്കിടയിൽ, അതോടൊപ്പം തന്നെ സ്ത്രീകൾക്കിടയിൽ, അതോടൊപ്പം തന്നെ പാർട്ടി കേഡർ സംവിധാനങ്ങൾക്കിടയിൽ ഒക്കെ കൃത്യമായി സ്വാധീനമുണ്ടാക്കാൻ കഴിയുന്ന തരത്തിലുള്ള മുഖങ്ങൾക്കായിരിക്കും പ്രഥമമായ പരിഗണന ലഭിക്കുക. അവിടെയാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്, ഗ്രൂപ്പ് താല്പര്യങ്ങൾക്കായിരിക്കില്ല ഇത്തവണത്തെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ മുൻഗണന ലഭിക്കുക. അത് കൃത്യമായി തന്നെ ജയസാധ്യത മാത്രമായിരിക്കും. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ച് കേരളം ഏത് വിധേനയും പിടിക്കുക എന്ന് പറയുന്നത് ജീവൻ മരണ പോരാട്ടത്തിൻ്റെ ഭാഗമാണ്. കാരണം കേരളം രൂപീകൃതമായ ശേഷം തുടർച്ചയായി 10 വർഷം പ്രതിപക്ഷത്തിരിക്കേണ്ട ഒരു സാഹചര്യം കോൺഗ്രസിന് മുമ്പിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. അത് കഴിഞ്ഞ തവണ അങ്ങനെ സംഭവിച്ചു. അത്തരം ഒരു സാഹചര്യം ഒരിക്കൽ കൂടി ആവർത്തിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായാൽ കോൺഗ്രസിൻ്റെ അടിവേരിളകുന്ന ഒരു പശ്ചാത്തലം വരും. അതൊരിക്കലും കോൺഗ്രസ് നേതൃത്വം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ദേശീയ നേതൃത്വം നേരിട്ട് ഈ സ്ഥാനാർത്ഥി നിർണ്ണയത്തിലടക്കം കൃത്യമായ നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. AICCയുടെ പ്രതിനിധികളടക്കം കേരളത്തിൽ ക്യാമ്പ് ചെയ്തുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിൻ്റെ കാരണം അതാണ്. അതായത് വളരെ സ്ട്രാറ്റജിക്കായിട്ട് ഒരു പ്രൊഫഷണൽ മികവോടെ തന്നെ സ്ഥാനാർത്ഥി നിർണ്ണയം പൂർത്തിയാക്കുക എന്നൊരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം എത്തിയിരിക്കുന്നത്. യെസ്, അതാണ് സാഹചര്യം. എന്തായാലും ഡാൻ സൂചിപ്പിക്കുന്നത് പോലെ വളരെ പ്രധാനമാണ് ഈ സർവേ. കാരണം ഇടവിട്ട് സർവേ നടത്തി കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ബോധ്യപ്പെടുത്തിയാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പ് വീണ്ടും ഒരു സർവേ കൂടി ആരംഭിക്കുന്നു എന്ന ഒരു പുതിയ വാർത്ത കൂടിയാണ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുക. വളരെ നന്ദി ഡാൻ, എന്തായാലും ഈ വിവരങ്ങൾക്ക്. നമ്മൾ സൂചിപ്പിച്ചത് സംസ്ഥാനത്തെ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ നീക്കങ്ങളും ആലോചനകളുമാണ്. വളരെ തിരക്കിട്ട ആലോചനകൾ കോൺഗ്രസ് നടത്തുമ്പോൾ അവരുടെ മുന്നിൽ വിജയം എന്ന ഒരു വലിയ കടമ്പ മാത്രമാണ് മുന്നിലുള്ളത്. തദ്ദേശ വിജയം നൽകുന്ന ഒരു ആവേശവും ഊർജ്ജവും ചെറുതല്ല. അതുകൊണ്ട് ഈ ഊർജ്ജമില്ലാതാവുന്നതിന് മുമ്പ് തന്നെ പരമാവധി വേഗത്തിൽ ശക്തമായി തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുക. അതുകൊണ്ട് ഇക്കാര്യം പിന്നോട്ടില്ല എന്നതാണ് കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ ആലോചനകൾ. യെസ്, ഇനി നമ്മൾ പോകുന്നത് മുന്നണി UDFിൻ്റെ മുന്നണി സംവിധാനത്തിനകത്ത് ഇറക്കുന്ന മറ്റ് ചില രാഷ്ട്രീയ ചർച്ചകളിലേക്കാണ്. നമുക്കറിയാം, കോൺഗ്രസും ലീഗും ഈ 2 പ്രധാനപ്പെട്ട കക്ഷികളാണ് ഏറ്റവും ശക്തമായി UDF സംവിധാനത്തെ നയിക്കുന്നത്. അതിൽ ഒരു പരിധി കോൺഗ്രസിനെ മറികടന്നുകൊണ്ട് സംഘടനാശേഷി ചിലയിടങ്ങളിലെങ്കിലും പ്രകടിപ്പിക്കാൻ ലീഗിന് കഴിഞ്ഞിട്ടുമുണ്ട്. പലപ്പോഴും സംസ്ഥാനത്ത് പല തരംഗങ്ങളും ഇടതു തരംഗങ്ങളും ആജു വീശിയപ്പോഴും തങ്ങളുടെ കോട്ടകളെ കൃത്യമായി സംരക്ഷിച്ച പാർട്ടിയാണ് മുസ്ലിം ലീഗ്. മലബാറിൻ്റെ ശക്തി കേന്ദ്രങ്ങളിൽ ഒരു വീഴ്ചയുമില്ലാതെ ലീഗിൻ്റെ കോട്ടകൾ ഒരിക്കലും അനങ്ങാതെ നിന്നു. ഏറ്റവും ഒടുവിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിച്ചത് ആ ലീഗിൻ്റെ ആ വലിയ പ്രകടനങ്ങളാണ്. പക്ഷേ നിയമസഭയിൽ കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കുന്നുണ്ടെങ്കിലും സ്ഥിരമായി പരാജയപ്പെടുന്ന ചില സീറ്റുകൾ മുസ്ലിം ലീഗിനുണ്ട്, അതേസമയം കോൺഗ്രസിനുമുണ്ട്. അങ്ങനെയെങ്കിൽ ഇത്തവണ മുന്നണിയുടെ വിജയസാധ്യത എന്ന ഒറ്റ മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചില വെച്ചുമാറ്റങ്ങൾ അത് കോൺഗ്രസും ലീഗും തമ്മിൽ ആലോചിക്കുകയാണ്. കോൺഗ്രസുമായി ചില സീറ്റുകൾ വെച്ചുമാറാനുള്ള ഒരുക്കമാണ് ലീഗും കോൺഗ്രസും തമ്മിൽ